ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഒരു പേഴ്സണൽ ലോൺ നോക്കുന്നുണ്ടെങ്കിൽ അതും ബാങ്കിന്റെ, ഇപ്പോൾ NBFC വേണ്ടാത്തവർക്ക് ഡയറക്റ്റ് ബാങ്കിന്റെ ഒരു പേഴ്സണൽ ലോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപ്രൂവൽ ആവുന്നത് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ പേഴ്സണൽ ലോൺ ആണ് കേട്ടോ. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഓൺലൈനിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ അപ്പോൾ അതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് സംഭവമൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നമ്മുടെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ സൈഡിലേക്ക് തന്നെ പോവാം. നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും സംഭവം കൊടുത്തിട്ട് ഞാൻ അതിപ്പോൾ വഴിയെ പറയാം. അതിന് മുമ്പ് ആക്ച്വലി ഇതിന്റെ ഒരു 4 സ്റ്റെപ്പ് ആക്ച്വലി ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്സ് എന്ന് പറയാനുള്ളൂ. ആദ്യം തന്നെ നമ്മുടെ ഡീറ്റെയിൽസും സംഭവം കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിങ്ക് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ സൈറ്റിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് പാൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒഫീഷ്യൽ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് OTP കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആധാർ ഡീറ്റെയിൽസ് സംഭവം OTP സംഭവം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫേഴ്സ് അവർ കാണിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം ഏതാണോ നിങ്ങൾക്ക് ഓഫർ വേണ്ടത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ KYCയും അതുപോലെ തന്നെ ഇമെയിലായിട്ടും കൂടി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റപ്പായി നിങ്ങൾക്ക് ഒരു 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ഔട്ട് എമൗണ്ട്. അപ്പോൾ അതാണ് ഈസി സ്റ്റെപ്പ് പ്രോസസ്. നോർമലി നമ്മുടെ NBFC-ക്ക് എടുക്കണൊക്കെ പോലെ തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്കിപ്പോൾ ക്യാഷ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആഡ് ആയിക്കൊള്ളൂട്ടാം. പിന്നെ ഒരു ഗുണം വെച്ചാൽ ഇവർക്ക് കുറേ ടൈപ്പ് ഓഫ് പേഴ്സണൽ ലോൺസുകളുണ്ട്. അപ്പോൾ നോർമൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക ട്രാവൽ ചെയ്യണമല്ല പേഴ്സണൽ ലോൺ, അങ്ങനെ അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് കുറേ ലോണുകൾ. പേഴ്സണൽ ലോൺ ഫോർ വെഡ്ഡിങ്, പേഴ്സണൽ ലോൺ ഫോർ ഹോം റിനോവേഷൻ, ട്രാവലിംഗ് പേഴ്സണൽ ലോണ്, മെഡിക്കൽ എക്സ്പെൻസിനുള്ള പേഴ്സണൽ ലോണ്, അതുപോലെ തന്നെ ഡെപ്റ്റ് കൺസോൾട്ടേഷൻ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കടം സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ഹൈ ഇൻട്രസ്റ്റ് ഉള്ള ഡെപ്റ്റ് ഉള്ളെങ്കിൽ അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് എടുക്കാനുള്ള ഒരു പേഴ്സണൽ ലോൺ. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ സാലറിഡ് ആയാലും നിങ്ങൾക്ക് സെൽഫ് എംപ്ലോയ്ഡ് ആയാലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പറയാം. അപ്പോൾ സാലറിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഏജ് 21 വയസ്സാണ്. അതുപോലെ തന്നെ മാക്സിമം ഏജ് 60 വയസ്സാണ് കേട്ടോ. അതുപോലെ തന്നെ മിനിമം നെറ്റ് ഇൻകം വരുന്നത് വേണ്ടത് 20 to 25,000 ആണ് വേണ്ടത്. പിന്നെ അറ്റ്ലീസ്റ്റ് മിനിമം 2 ഇയർ എങ്കിലും നമ്മൾ എന്താ പറയുക നിങ്ങൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തിരിക്കണം. പിന്നെ മിനിമം 1 ഇയർ കേട്ടോ. മാക്സിമം 2 ഇയർ, മിനിമം 1 ഇയർ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റെസിഡന്റ് പ്രൂഫും സംഭവമൊക്കെ വേണം. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട്, വോട്ടർ ID, ആധാർ, പാൻ കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. ഇൻകം പ്രൂഫ് ചിലപ്പോഴാണ് ചോദിക്കാറുള്ളൂ. നോർമലി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സിബിൽ സ്കോർ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ റെഫറൽ ലിങ്ക് കൊടുക്കുമ്പോൾ ഒക്കെ ഒന്നും ചോദിക്കാറില്ല. പിന്നെ അത്രയ്ക്കും ഇഷ്യൂസ് ഉള്ള പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ചോദിക്കാറുള്ളൂ. നിങ്ങൾ ITR ചോദിക്കുക അല്ലെങ്കിൽ 3 months ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓർ ബാങ്ക് സാലറി സ്ലിപ്പ് ചോദിക്കട്ടാ. ഇതൊക്കെയാണ് ചോദിക്കാറുള്ളൂ. ഇതാണ് എൻ്റെ ഡോക്യുമെന്റ്സ് വേണ്ടത്. ഇതിപ്പോൾ സെൽഫ് എംപ്ലോയ്ഡ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മിനിമം ഏജ് വരുന്നത് 25 മാക്സിമം ഏജ് വരുന്നത് 65. എന്താ ITR മിനിമം വേണ്ടത് 4.5 ആണ് വേണ്ടത് കേട്ടോ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ ഇത് നിങ്ങൾ ഫുള്ളി ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കണ്ട. അത് താഴെയുള്ളവർക്കൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ബാങ്കുകളുടെ സൈഡിൽ നിന്ന് ഒരു പേഴ്സണൽ ലോൺ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതൽ അപ്രൂവൽ റേറ്റ് ഉള്ളത് ഇൻഡസ്ഇൻഡ് ബാങ്കിനാണ് കേട്ടോ. പിന്നെ കോട്ടക്കിന്റെ പക്ഷേ ഇപ്പോൾ ഇഷ്യൂ ആയല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം നിർത്തി ചെയ്യാണ്. പിന്നെ ഫെഡറൽ ബാങ്കിന് കൊടുക്കണമെന്ന് ഫെഡറൽ ബാങ്ക് ഇപ്പോൾ ടെമ്പറലി ക്ലോസ്ഡ് ആണ്. HDFC കൊടുക്കുന്നുണ്ടെന്ന് HDFC പക്ഷേ അപ്രൂവൽ റേറ്റ് ഒക്കെ കുറവാണ്, വേറെ കാര്യം. അപ്പൊ ഇതാണ് സംഭവം കേട്ടോ. ജസ്റ്റ് ഒരു സിമ്പിൾ വീഡിയോ നമ്മൾ ഇതിന്റെ വീഡിയോ മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ആക്ച്വലി കുറെ പേര് ഇപ്പൊ എന്റെ 2-3 ഫ്രണ്ട്സുകളൊക്കെ ഞാൻ ആക്ച്വലി എന്നോട് ചോദിച്ചാൽ അതിന്റെ ലിങ്ക് സംഭവം അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് തന്നെ സാധനം അപ്രൂവ് ആയി. അപ്പോൾ ഈ ഭയങ്കര പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം ഒരു 720 അബോ സിവിൽ സ്കോറുള്ളവർക്കൊക്കെ ഈസിയായിട്ട് തന്നെ അപ്രൂവൽ ആയിട്ട് ഇടുന്നുണ്ട്. ഇതിന്റെ ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് തുടങ്ങുന്നത് 10.5%-ലാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ലോൺ എടുക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ സിവിൽ സ്കോർ അനുസരിച്ചാണ് നമുക്ക് കിട്ടുക. നല്ല സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നല്ല ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് സാധനം കിട്ടും. ഇപ്പോൾ സിവിൽ സ്കോർ ഭയങ്കര ഡൗൺ ആണെന്നൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഏറ്റവും മിനിമം നോർമലി ഒരു 700 ഒരു ലോണിനൊക്കെ നോക്കാറ്. 700 ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ആ ബാങ്കിന്റെ ഏറ്റവും ഹൈ ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും നമുക്ക് കിട്ടുക. അതാണ് സിവിൽ സ്കോറിന്റെ വേറെ ഗുണങ്ങൾ. ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ മാത്രമല്ല, ഇതുപോലെ എന്താ പറയുക പേഴ്സണൽ ലോൺ എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഹോം ലോൺ എടുക്കുമ്പോഴും കാർ ലോൺ എടുക്കുമ്പോഴും ഒക്കെ ഈ സാധനത്തിന് ആവശ്യമായ സംഭവം, എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോഴും ഒക്കെ ഈ സാധനത്തിന് ആവശ്യമായ സംഭവമാണ്. അപ്പോൾ കുറേ പേര് ഇതിനെ കുറിച്ചൊന്നും ഒരു വിവരമില്ലാണ്ട് ചുമ്മാ എടുത്തിട്ട് പിന്നെ അടക്കില്ല. ചിലപ്പോൾ 300-400 എടുത്തിട്ടുണ്ടാവുള്ളൂ NBFC-ന്ന്. പിന്നെ അത് അടക്കില്ല. 5 കൊല്ലം അവിടെ എടുക്കും. സിവിൽ സ്കോറും പണി കിട്ടും. പിന്നെ വല്ല ആവശ്യത്തിന് എഡ്യൂക്കേഷൻ ലോൺ സംഭവമൊക്കെ ആവശ്യമുള്ളപ്പോഴാണ് പിന്നെ തിരിഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ നടക്കും. പിന്നെ ഒരു രക്ഷയില്ല. അത് കയറ്റി വരണമെങ്കിൽ ഭയങ്കര പാടാ. അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ ചാൻസ് കിട്ടിയിട്ട് അവർക്ക് പിന്നെ എന്തെങ്കിലും ക്യാഷിന്റെ ആവശ്യം വരുള്ളൂ. അപ്പോൾ അതിനൊന്നും കിട്ടില്ല. പിന്നെ അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് ഈ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ വീഡിയോസ് ഒക്കെ കാണാൻ മറക്കണ്ട. ചുമ്മാ ഈ കോമഡി കണ്ടാൽ പിന്നെയും കുഴപ്പമില്ല. ഈ എന്താ പറയുക സീരിയലിന് പകരം ഇപ്പോൾ ഡെയിലി വ്ളോഗ്സും സംഭവമൊക്കെയാണല്ലോ കാണുന്നത്.
അപ്പോൾ അവരോടാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ നമുക്കിപ്പോൾ കമന്റ്സ് വരുന്നുണ്ട് ഓരോ പണി പോയി പെട്ടിട്ട്. പിന്നെ ഇതിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളോട് എന്നോട് മാത്രമല്ല, ഇപ്പോൾ സൈബർ ക്രൈമിൻ്റെ അടുത്ത് പോയാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്ര അധികം ഇപ്പോഴത്തെ എന്താ പറയുക ഹാക്കേഴ്സ് മാസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്ന സാധനങ്ങൾ. ഇപ്പം എത്ര സൈബർ കേസുകളാണെന്ന് അറിയോ, ഫ്രോഡ് കേസുകൾ അപ്പോൾ രജിസ്റ്റർ ആണെന്ന് അറിയോ. മാസത്തിൽ ലക്ഷക്കണക്കിന് കേസുകളാവുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ പോലീസിലത്തെ കേസുകളും കോർട്ടിലത്തെ കേസൊക്കെ നിങ്ങൾക്ക് അറിയാം എത്ര സാധനം പെൻഡിങ്. പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ഈ സാധനം എപ്പോൾ കിട്ടാനോ എപ്പോൾ അറിയാനെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്നൊരു ഇതാക്കി വെക്കാട്ടാ, അത് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ പുതിയ ചാനൽ ജിസ്റ്റ് വേൾഡ് കാണാത്ത പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ന്യൂസുകളാണ്, ടെക്നിക്കലി ഫൈനാൻഷ്യൽ സംഭവമാണ്, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് കൊടുക്കുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ച് നിങ്ങൾക്ക് അതുപോലെ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്, മറക്കണ്ട.